ദൈവവചനത്തിലേക്ക് അല്പസമയം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാധാരണ വെള്ളിയാഴ്ച ദിവസം ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവഹിത പ്രകാരം തന്നെ 1 അധ്യായം കഴിഞ്ഞ് 2-ാമത്തെ അധ്യായം തുടങ്ങേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ആ ഭാഗത്തുനിന്ന് തന്നെ ആമേൻ സംസാരിക്കുവാൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വേദഭാഗമാണെങ്കിലും ആവർത്തന വിരസത ഉണ്ടാക്കാത്ത നിലയിൽ ആ വചനത്തെ ഇന്ന് പകൽക്കാലം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 11 വരെയുള്ള വേദഭാഗങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആമേൻ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് അതിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ച് നമ്മൾ തുടങ്ങാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായിട്ടുള്ള ആത്മീയ ചിന്തകൾ അടങ്ങിയ ഭാഗങ്ങളാണ് വായിക്കുവാൻ ഇടവന്നത്. അവിടെ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. ക്രിസ്തുവിലുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം അത് തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം നമ്മൾ നോക്കിയാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഇപ്പം ദൈവത്തോടുള്ള സമത്വം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ഈ വെളിപ്പാട് വളരെ വ്യക്തമായി ലഭിച്ചു. യോഹന്നാന് സുവിശേഷം തുടങ്ങുമ്പോൾ ആമേൻ പ്രാരംഭ വാക്യത്തിൽ തന്നെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനാദിയായി അവൻ ആരായിരുന്നു? ദൈവം തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദൈവിക സത്വത്തിൽ നിന്ന് യേശു കർത്താവ് എന്ത് ചെയ്തു? താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നു? ദാസരൂപം എടുത്തു, മനുഷ്യനായി ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം വളരെ വ്യക്തമായി പറയുക, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ആ വചനം ആരായിരുന്നു? ദൈവം തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ വെളിച്ചം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങളത് കണ്ടു, മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവിൻ്റെ അനാദി നിർണയത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിങ്കൽ യേശു കർത്താവ് ഉണ്ടായിരുന്നെന്ന് ഇവിടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിയോടുള്ള ബന്ധത്തിങ്കൽ യേശു കർത്താവ് ഉണ്ടായിരുന്നോ? ആമേൻ. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-26 വേദഭാഗം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. ആരാ പറയുന്നത്? ദൈവം പറയുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ, എന്താ പറയുന്നത്? നാം. ആമേൻ. നാം എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആമേൻ ഫോമ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആരുണ്ട്?
പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവവചനം നമ്മളോട് വ്യക്തമായിട്ട് ഇന്ന് നമ്മെ പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ യേശു കർത്താവ് ദാസനായി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ്? ദൂതന്മാര് മഹത്വം കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അവൻ പരിശുദ്ധൻ 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 എന്നുള്ള ആ മഹത്വവും ആരാധനയും ആർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു? ദൈവത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ആരാധന ലഭിക്കുന്ന തലത്തിൽ നിന്ന് യേശു കർത്താവ് എങ്ങോട്ട് ഇറങ്ങി വന്നു? താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. താണലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന് ലഭിച്ചത് എന്താണ്? മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, ചാട്ടവാറുകൊണ്ട് അവനെ അടിച്ചു, അവനെ നിന്ദിച്ചു, പരിഹസിച്ച് ക്രൂശ് അവന് നൽകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ പറയുന്നതിന്റെ ആത്മീയർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആരാധന സ്വീകരിച്ചു കൊണ്ടിരുന്നവൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ, പ്രൈസ് ദി ലോർഡ്, ആ തലത്തിൽ നിന്ന് എങ്ങോട്ടിറങ്ങി വന്നു? പ്രൈസ് ദി ലോർഡ്. നിന്ന സഹിക്കുവാൻ, പരിഹാസം സഹിക്കുവാൻ, അടികൊള്ളുവാൻ, വേദന അനുഭവിക്കുവാൻ, ക്രൂശിൽ മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിന് ഇറങ്ങി വന്നു? ആമേൻ. നമ്മളെ പാപത്തിന്റെ ആമേൻ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്ന ദൈവമക്കള് അധരങ്ങൾ തുറന്ന് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മഹിമയെ വിട്ടിട്ട് താണ ലോകത്തിലേക്ക് ആരിറങ്ങി വന്നു? ദൈവമായവൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വന്നു? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തില് അവൻ ഇറങ്ങി വന്നു എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമം പറയുന്നു, ഇസ്രായേലി മക്കൾ മിസ്രയീമിൽ നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട് കഷ്ടത കണ്ട് സങ്കടമറിഞ്ഞ് ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 40 ഒന്ന് കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. 40-ാം സങ്കീർത്തനങ്ങൾ അതിന്റെ 1-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിലവിളിയുടെ നടുവില് ആമേ ചാഞ്ഞ് നമ്മളിലേക്ക് അടുത്തു വരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിനകത്ത് നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു, സ്വർഗത്തിന്റെ മഹിമ വിട്ടിട്ട് നമുക്ക് വേണ്ടി താണ ലോകത്തിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചാൽ ഞാനും എന്റെ പിതാവും കൂടെ ഇറങ്ങി വന്ന് നിങ്ങളിൽ വസിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആമേ. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങി വന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അവന്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിച്ചാൽ ആ പ്രാർത്ഥനയുടെ മറുപടി നടപ്പാക്കി തരുവാൻ നമ്മുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ അവരുടെ
മധ്യത്തിങ്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ അന്വേഷിച്ച് പോകണ്ട, ദൈവം നമ്മുടെ മധ്യത്തിങ്കൽ ഉണ്ട്, ദൈവം നമ്മിൽ വസിക്കുന്നുണ്ട്. അത് തിരിച്ചറിവ് പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൃഷ്ടിയോടുള്ള ബന്ധത്തിങ്കൽ ആമേൻ നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ സൃഷ്ടിക്ക് മുമ്പ് ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു എന്നുള്ളതല്ലേ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ ആരുണ്ട്? പുത്രനായി ക്രിസ്തുവുണ്ട്, പരിശുദ്ധ റൂഹായുണ്ട്, പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നു. കാരണം എന്താണ്? ആമേൻ. എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സകലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സകലത്തിന്റെ കാരണഭൂതനായ ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവം പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് പകൽക്കാലം എന്നിൽ വസിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ദൈവമക്കള് ദൈവത്തിന്റെ മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അവര് ദൈവത്തിന് ആരാധന കൊടുക്കണം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിച്ച് എവിടെയും പോകണമെന്ന്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മിൽ വസിക്കുന്നെന്ന്, പ്രൈസ് ദി ലോർഡ്. ആ ഒരു ആത്മീയ തലത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം വ്യക്തമായി പറയുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. രണ്ട് കാര്യങ്ങളാണ്. ദാസരൂപം എടുത്തു, പ്രൈസ് ദി ലോർഡ്. ആരെടുത്തത്? കർത്താവ് എടുക്കുകയായിരുന്നു, ദാസരൂപം എടുത്തു. എന്തിനു വേണ്ടിയാ ദാസരൂപം എടുത്തത്? ആമേ, മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ. ഹല്ലേലൂയ. ആമേ, പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്, ആർക്കാ ദാസനാകാൻ പറ്റുന്നത്? എല്ലാവർക്കും ദാസനാകാൻ പറ്റുമോ? ഇല്ല, പ്രൈസ് ദി ലോർഡ്. ദാസനാകാൻ പറ്റുന്നത് ആമേ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് ദാസനാകുവാൻ കഴിയുന്നത്. ആമേ, പ്രൈസ് ദി ലോർഡ്. ആമേ, താഴ്മ എന്ന സ്വഭാവമാണ് ആമേൻ ആ വ്യക്തിയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, താഴ്മ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ സെർവന്റ് ആമേൻ ഹുഡ് അല്ലെങ്കിൽ ആ സെർവന്റ് മൈൻഡ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് കടന്നു വരണം. എവിടെയാ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നത്? എവിടെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടാകുന്നു, അവിടെയാ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നത്, പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? സെൽഫിഷ്നെസ്, പ്രൈസ് ദി ലോർഡ്. ആ സെൽഫിഷ്നെസ് സംഭവിക്കുന്നത് എന്താണ്? ആമേ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് നിങ്ങളെല്ലാം ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ യേശു കർത്താവ് കാണിച്ച ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാ? ആമേ, പ്രൈസ് ദി ലോർഡ്, താഴ്മ എന്ന ആറ്റിറ്റ്യൂഡാ, പ്രൈസ് ദി ലോർഡ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് ആരെ കാണണം? ദൈവത്തെ കാണണം, പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് നമ്മുടെ സഹോദരങ്ങളെ കാണണം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഒന്നാം സ്ഥാനം ആർക്കാ? ദൈവത്തിന്, പ്രൈസ് ദി ലോർഡ്. രണ്ടാം സ്ഥാനം ആർക്കാ? ആമേ, മറ്റുള്ളവർക്കാ. മൂന്നാം സ്ഥാനം എനിക്ക്. ഇതാ താഴ്മയുടെ ഡെഫിനേഷൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ആമേ, പ്രൈസ് ദി ലോർഡ്, കാലിന് വേദനയാണെങ്കിലും കസേരയിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്ന താഴ്മ. അതല്ല താഴ്മ. താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നതാണെന്ന് ദൈവത്തിന്റെ വചന ശക്തിയോടെ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. എവിടെ താഴ്മയുണ്ടോ അവിടെ എന്തുണ്ട്? യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, പ്രൈസ് ദി ലോർഡ്. ആമേ, പണ്ട് കാലങ്ങളിൽ, പെന്തക്കോസ്തിന്റെ ആരംഭ കാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകളൊക്കെ ആമേൻ ദൈവസഭകളിൽ ഹോളി കമ്മ്യൂണിന് മുമ്പ് ആമേൻ എന്തുണ്ടായിരുന്നു? പാദം കഴുകൽ ശുശ്രൂഷയുണ്ടായിരുന്നു, കാൽ കഴുകൽ ശുശ്രൂഷ. അപ്പൊ എന്തിനു വേണ്ടിയാ? ഇത് താഴ്മയെ കാണിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ ആമേൻ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യുകയാ?
ദാസനാകുക. പ്രൈസലോ. അപ്പം ആമേൻ, യേശു കർത്താവ് കാണിച്ച ഒരു മാതൃകയാണ് താഴ്മ. തൻ്റെ ജീവിതത്തിനകത്ത് താഴ്മയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. ആ ക്രൂശ് എന്തിനാ കർത്താവ് സഹിച്ചത്? ഒന്നാമതായിട്ട് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകാനാ. പ്രൈസലോ. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കാനാ. പ്രൈസലോ. രണ്ടാമതായിട്ട് ആ ക്രൂശ് എന്തിനാ സഹിച്ചത്? നമുക്ക് വേണ്ടിയാ കർത്താവ് സഹിച്ചത്. പ്രൈസലോ. ആമേ, തൻ്റെ ജീവിതത്തിന് നമ്മുടെ അത്ര പ്രാധാന്യത കൊടുക്കാതെ അവസാന തുള്ളി രക്തം വരെ കർത്താവ് ഊറ്റി തന്നത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ കർത്താവ് ക്രൂശിൽ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നവരായി നമ്മൾ തീരുന്നുവെങ്കിൽ അവിടെ ഐക്യത വെളിപ്പെടും, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഗ്പൂര് ഒരു സഭയുണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച്. 1000-ഓളം പേര് കൂടി വരുന്ന ഒരു സഭയാണ്. ഒറ്റ മലയാളികളില്ല, എല്ലാം നാഗ്പൂര് നിവാസികളാണ്. പാസ്റ്റർ മലയാളിയാണ്. ആമീൻ. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങേയറ്റം നമുക്ക് കാണാൻ പറ്റത്തില്ല, കാഴ്ചയുടെ പരിമിതി ഉള്ളതുകൊണ്ട് ആളുകൾ വന്നിരിക്കുന്ന അവരുടെ മുഖം തെളിയത്തില്ല. അങ്ങനെ ആളുകൾ വന്ന് കൂടിയിരിക്കുന്ന ഒരു സഭയാണ്. എന്നാൽ ആ സഭയുടെ ഒരു പ്രത്യേകത ഞാൻ അവിടെ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ കണ്ടു. അന്നൊരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥന തീരുന്ന ദിവസം അവർക്ക് ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. ഈ 1000 പേര് ഹോളി കമ്മ്യൂണിയൻ എടുക്കുന്നെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, ടാപ്പുകൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്, ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ടൗല് വെച്ചിട്ടുണ്ട്. ഈ 1000 പേരും പരസ്പരം എന്ത് ചെയ്യുകയാണ്? കാൽ കഴുകി അങ്ങനെ താഴ്മ ധരിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുവാൻ ഇടവന്നു. ആ പാസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പം കാൽ കഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ അടുക്കൽ പിടിച്ചെടുത്തും. ആ കാൽ കഴുക ശുശ്രൂഷയ്ക്ക് പാസ്റ്റർ ചെയ്യുന്നത് ആമേൻ, ഏറ്റവും പുറകിലുള്ള ആളിനെ ഏറ്റവും മുമ്പിൽ ആളിനെ ഒരുമിച്ച് വിടും. അപ്പം നോക്കിക്കേ, മനസ്സുകൊണ്ട് ആമേൻ, ആ ഒരു തീരുമാനത്തിലല്ല, മറിച്ച് ആരുടെയും കാല് കഴുകുവാൻ ആ ഒരു താഴ്മ, ആ സഭയുടെ യൂണിറ്റി, ആ സഭയുടെ ആരാധനയൊക്കെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആമേൻ, ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കും. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ആമേ, പ്രൈസലോ. കാൽ കഴുക ശുശ്രൂഷ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? താഴ്മ സംഭവിക്കുകയാ. ആമേ, കർത്താവിന്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ ആമേൻ, ആ താഴ്മ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്തു വരുവാൻ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാ. അപ്പൊ യേശു കർത്താവ് സ്വർഗത്തിന്റെ മഹിമ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ, ദാസരൂപമെടുത്തു. സെർവൻ മൈൻഡ്, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആമേൻ, ആ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. പ്രൈസലോ. അതുകൊണ്ട് എന്തൊക്കെ സഹിച്ചു. പ്രൈസലോ. അത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ക്രൂശിൽ കർത്താവ് സഹിച്ചതിനെ നമ്മൾ വിസ്മരിച്ച് കളയരുത്. പ്രൈസലോ. ഞാൻ പറഞ്ഞല്ലോ, മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി, ഹല്ലേലൂയ, അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ച് ഉറപ്പിച്ചു. പ്രൈസലോ. ആമേൻ. അതിനൊക്കെ മുമ്പ് അവനെ എന്ത് ചെയ്തു? ആമേൻ, അടിച്ചു. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. റോമൻ ഗവൺമെന്റിന്റെ ആ നിയമപ്രകാരം 1 കുറയെ 40 അടിയെന്ന എഴുതിയിരിക്കുന്നത്. പ്രൈസലോ. അപ്പൊ യേശു കർത്താവിന് 40 അടി, ആമേൻ, 1 കുറയെന്ന് പറയുമ്പോൾ 39, 40-ന് 1 കുറയെ 39. പ്രൈസലോ. അപ്പൊ 1 കുറയെ ആമേൻ 40 അടിയാണ് അവരുടെ നിയമം. ഇതൊരു ശിക്ഷാ നിയമം തന്നെയാണ്. പ്രൈസലോ. ക്രൂശ് ഉണ്ടെങ്കിൽ ഈ 40 എണ്ണുമൊന്നും വേണ്ട, അതിന് കൂടുതൽ അടിക്കാൻ ആമേൻ നിർവാഹമുണ്ട്. ക്രൂശാണ്, അടുത്തത് ക്രൂശാണെങ്കിൽ, ക്രൂശ് മരണമാണെങ്കിൽ 40 കൂടുതൽ അല്ലെങ്കിൽ 39 കൂടുതൽ അടിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ള അടി ആമേൻ ചെയ്യുന്നത് 2.5 ആമേൻ ഹല്ലേലൂയ ഫീറ്റ്, 2.5 ആമേൻ പ്രൈസ് അടി ഉയരത്തിലുള്ള ഒരു ആമേൻ ഹല്ലേലൂയ തൂണ്. ആ തൂണിന്റെ മുകളിൽ ഒരു എന്താ പറയുന്നത്, ഒരു റിങ് പോലെയുണ്ട്. ഈ റിങ്ങിനകത്തേക്ക് ഈ കൈ രണ്ടും കയറ്റി വെച്ചിട്ട് കൈ കെട്ടും. അപ്പം നോക്കുക, 2.5 അടിയാണെങ്കിൽ ആമേൻ ഇങ്ങനെ കുനിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ഈ കൈ ആമേൻ അതിനകത്തേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവിനെ അടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നു, ആമേൻ ഇങ്ങനെ ആമേൻ മുതുക് കുനിച്ച് ആമേൻ പ്രൈസലോ ആമേൻ ഒരുമിച്ച് അവന്റെ കൈകൾ കെട്ടിയതിന് ശേഷം ചാട്ടവാറുകൊണ്ട് ആമേൻ പുറത്ത് അടിക്കുകയാണ്. പ്രൈസലോ. ആ ചാട്ടവാറിന് ഒരു പ്രത്യേകതയുണ്ട്. 1 അടി നീളത്തിലുള്ള ആമേൻ പ്രൈസലോ ഒരു ദണ്ഡ്, അതിന്റെ ആമേൻ ഹല്ലേലൂയ അഗ്രത്തിൽ നിന്ന് പല സ്ലിങ്സ് ആമേൻ പ്രൈസലോ, അതിന്റെ അറ്റത്ത് കൊളുത്തുകൾ. പ്രൈസലോ. ആമേൻ മനുഷ്യന്റെ അസ്ഥികൾ, കൂർമനയുള്ള അസ്ഥികളൊക്കെ അതിന്റെ അറ്റത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ചാട്ടവാറാണ് വീശി അടിക്കുന്നത്. പ്രൈസലോ. ആ ചാട്ടവാർ വീശി അടിച്ചിട്ട്
തിരിച്ച ചാട്ടവാറ് വലിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ കൊളുത്തുകൾ ആ മാംസത്തിൽ പിടിച്ചുകൊണ്ട് പ്രൈസലോ മാംസം പിഴുതു പറിക്കുകയാ. പ്രൈസലോ അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ കീറിയെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാ. പ്രൈസലോ ദൈവമക്കളെ, പ്രൈസലോ ദാസരൂപം എടുത്തപ്പോൾ ഹല്ലേലൂയ മനുഷ്യ സാദൃശ്യത്തിലേക്ക് എൻ്റെ കർത്താവ് കടന്നു വന്നപ്പോൾ പ്രൈസലോ സ്വർഗത്തിൽ ആരാധനയുടെ നടുവിലായിരുന്നവൻ പ്രൈസലോ നമുക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസലോ അവൻ നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാൻ ഇടവന്നു. അവൻ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കുവാൻ ഇടവന്നു. പ്രൈസലോ എന്തിനു വേണ്ടി? നമ്മെ പാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ വേണ്ടി. പ്രൈസലോ ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രൂശിലെ മരണം എൻ്റെ ജീവിതത്തിനകത്ത് വരുത്തിയ മാറ്റം. ഒന്ന്, രക്ഷയുടെ വാതില് എനിക്കായി തുറന്നു തരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷയുടെ വാതില്, നിത്യത വരെ എത്തുന്ന ഒരു വഴി എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് ക്രൂശിലൂടെ തുറന്നു തരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ക്രൂശ് എന്ന് പറയുന്നത് നീതിയുടെ വസ്ത്രം നെയ്തെടുത്ത ഇടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തെ നീക്കി നീതിയുടെ വസ്ത്രം നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് ഉടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ യോബ് പറയുന്നു, നഗ്നനായിട്ട് ഞാൻ വന്നു, നഗ്നനായിട്ട് ഞാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നഗ്നനായിട്ടല്ല കൃപായുഗത്തിൽ ആയിരിക്കുന്ന ദൈവമക്കൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവന് അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായി കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നനായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ ആ ഉടുപ്പ് എവിടെയാ കിട്ടിയത്? പ്രൈസ് ദി ലോർഡ്. ആ ഉടുപ്പ് കാൽവറിയിൽ കർത്താവ് എനിക്ക് വേണ്ടി നെയ്തു തന്ന ഉടുപ്പാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിന്റെ ആത്മീയാർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ക്രൂശിൽ പീഡനങ്ങൾ സഹിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് വേണ്ടി നീതിയുടെ വസ്ത്രം അവൻ നെയ്തെടുക്കുകയാ ചെയ്തത്. പാപത്തിന്റെ ലേബൽ എന്നിൽ നിന്ന് നീക്കിയിട്ട് നീതിയുടെ വസ്ത്രം എന്നെ അവൻ ഉടുപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രൂശിന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കൃപയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരിടമാണ്. പ്രൈസ്. എന്താ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞ്? പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം. പ്രൈസ്. അത് ദൈവത്തിന്റെ നീതി. ആ നീതി ദൈവം മാറ്റത്തില്ല. പ്രൈസ്. അപ്പോൾ തന്നെ പാപിയായ മനുഷ്യനെ മരണത്തിലേക്ക് വിടുവാൻ എൻ്റെ ദൈവത്തിന്, എൻ്റെ കർത്താവിന് ഇഷ്ടം തോന്നിയില്ല. ദൈവത്തിന്റെ കൃപ ദൈവോട് വെളിപ്പെടുത്തി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർത്തുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരു വശത്ത് ദൈവത്തിന്റെ നീതിയും ഒരു വശത്ത് ദൈവത്തിന്റെ കൃപയും തമ്മിൽ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഇടമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാല ശക്തിയോടെ വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയാ കർത്താവിനെ ക്രൂശിച്ചത്? ഇരു കൈകൾ രണ്ടു വശത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ആ കൈകളിൽ ആണി അടിച്ച് ഉറപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ചരിത്രവും എല്ലാവരും പറയുന്ന ഒരു കാര്യം, അവൻ്റെ ആണി അടിച്ചത് ഈ കൈത്തൊണ്ടയുടെ ഈ ഭാഗത്ത്. ഇവിടെ അടിച്ചെങ്കിൽ അതിൽ നിൽക്കത്തില്ല, അത് കീറിപ്പോകുവാൻ ഇടവരും. ഈ ഭാഗത്ത് ആണി അടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാലുകൾ ചേർത്ത് വെക്കുമ്പോൾ ആ കാലുകൾ മുട്ട് മടക്കിയിട്ടാണ് ആ കാലുകൾ ചേർത്ത് വെച്ച് അടയ്ക്കുന്നത്, ആ മുട്ടിൽ ബലം കൊടുക്കാതിരിക്കുവാൻ. അങ്ങനെയെങ്കിലും കുറച്ചു നേരം ഹല്ലേലൂയ നിൽക്കാതിരിക്കുവാൻ, മുട്ടിന്റെ ബലം ഉപയോഗിക്കാതിരിക്കാൻ മുട്ട് മടക്കി വെച്ച്, നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മുട്ട് മടക്കി വെച്ചിട്ടാണ് കാലിന്മേൽ കാല് വെച്ചിട്ട് ആണി അടിക്കുന്നത്. ഇവിടെ ഡോക്ടർമാരുണ്ടല്ലോ. പ്രൈസ്. ഇങ്ങനെ തൂങ്ങുമ്പോൾ സംഭവിക്കുന്നത് ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്. ഇനി ആ ശ്വാസം എടുക്കണമെങ്കിൽ ഈ വേദനയുള്ള കാലുകളിൽ ഊന്നി ഉയർന്നിട്ട് വേണം ശ്വാസം എടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ
കർത്താവിൻ്റെ 2 കരങ്ങൾ 2 വശത്തേക്ക് വെച്ചു ആണിയടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാ, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് ദൂരത്തായിരുന്നു. പ്രൈസലോ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആണിയടിച്ച് ഉറപ്പിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. പ്രൈസലോ, ദൂരത്തായിരുന്ന എന്നെ, ദൈവത്തോട് അകന്നിരുന്ന എന്നെ ആമേൻ ദൈവത്തോട് ചേർത്തുവാൻ, ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ വചനം പറയുന്നു, ഇന്നലകളിൽ ശത്രുതയിലായിരുന്നു, എന്നാൽ ദൈവത്തോട് നിരപ്പിച്ച ക്രൂശ് ആമേൻ എത്ര പേർക്ക് തിരിച്ചറിയുന്നു? ഹല്ലേലൂയ ആമേൻ. ദൈവത്തെയും എന്നെയും കൂടെ ഒരുമിപ്പിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ക്രൂശിൽ തൻ്റെ ജീവനെ വെച്ചു തരുവാൻ ഇടവന്നു. പ്രൈസലോ, ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ഹല്ലേലൂയ, എത്രയോ ആഴമായ വേദനകളാണ് കർത്താവ് സഹിക്കുവാൻ ഇടവന്നത്. ആമേൻ. ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. പ്രൈസലോ, എൻ്റെ കർത്താവ് മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോ വചനം പറയുന്നു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. പ്രൈസലോ ആമേൻ. കണ്ണുനീര് ആമേൻ ഉള്ളവരോട് കൂടെ കർത്താവ് കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ലാസറിന്റെ ഭവനത്തിലേക്ക് കർത്താവ് വരുമ്പോ അവരുടെ കണ്ണുനീരുകളെ കണ്ട് കർത്താവ് കരഞ്ഞു. പ്രൈസലോ, ഹല്ലേലൂയ. നയീനിലെ വിധവയുടെ ദുഃഖത്തെ കർത്താവ് തിരിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ആമേൻ, ഹല്ലേലൂയ. ദാവീദ് പുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. മനസ്സുണ്ടെന്ന് പറഞ്ഞ് തൊട്ട് സൗഖ്യമാക്കുകയാ. ഇന്നു പകൽക്കാല എൻ്റെ കർത്താവ് നമ്മളോട് അനുകമ്പ കാണിക്കുവാൻ മതിയായ കർത്താവ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന കർത്താവല്ല, നിങ്ങളുടെ വേദനകളെ മറികടന്നു പോകുന്ന കർത്താവല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളെ മറികടന്നു പോകുന്ന കർത്താവല്ല. ഇന്ന് പകൽക്കാല നമ്മുടെ ഹൃദയത്തെ അറിയാൻ കഴിയുന്ന കർത്താവാണ്, നമ്മുടെ പേര് വിളിക്കുന്ന കർത്താവാണ്, നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്ന കർത്താവാണ്. അവന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാല നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിൽ, ഹല്ലേലൂയ, മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്തു? തന്നെ തന്നെ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. എവിടം വരെ താഴ്ത്തി? മരണത്തോളം താഴ്ത്തി. എന്നിട്ട് വീണ്ടും എടുത്തു പറയുക, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, എവിടെ നിന്നാ താഴ്ത്തിയത്? മഹത്വത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആരാധനയുടെ അനുഭവത്തിൽ നിന്ന് ആമേ തന്നെ തന്നെ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ആ താഴ്ത്തി ആ വഴികളിൽ കർത്താവ് അനുഭവിച്ച പീഡനങ്ങളൊക്കെ എടുത്ത് പ്രസ്താവിക്കേണ്ടതാ. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ നമുക്ക് വേണ്ടി അവൻ കഷ്ടതകൾ അനുഭവിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. നിന്ദകൾ അനുഭവിക്കുവാൻ ഇടവന്നു, പരിഹാസങ്ങൾ അനുഭവിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശിൽ കടക്കുമ്പോൾ വഴിയിൽ പോകുന്നവര്, നീ ദൈവപുത്രൻ െങ്കിൽ ക്രൂശ് വിട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രൂശിലേക്ക് തന്നെ തന്നെ എൻ്റെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവഹിതത്തിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് നമ്മളെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് മഹത്വം ദൈവത്തിന് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു? എന്നെ താഴ്മയുള്ളവനാക്കി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ദൈവത്തിന്റെ മഹത്വം ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം വ്യക്തമായി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൂശിൽ മരിച്ചു, അതിനുശേഷമായിട്ട് ആമേ പ്രൈസ് ദി ലോർഡ് യോസഫിന്റെ ആമേ കല്ലറയ്ക്കകത്ത് അവൻ പ്രൈസ് ദി ലോർഡ് അവനെ വെക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എവിടം വരെ താണെന്ന് ചോദിച്ചാൽ ആമേ ക്രൂശോളം അവൻ താണു. പ്രൈസ് ദി ലോർഡ്. മരണത്തോളം താണു. ആമേ വീണ്ടും ആമേ ലോക മനുഷ്യർ അവനെ കല്ലറയോളം താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം തിരിച്ചറിയണം ദൈവമക്കളെ, ജനിച്ചു വീണത് എവിടെയാ? വഴിവക്കില്ല. പ്രൈസ് ദി ലോർഡ്. മരിച്ച് അടക്കപ്പെട്ട
അടക്കപ്പെട്ടത് എവിടെയാ? മറ്റൊരുവൻ തനിക്കായി ഒരുക്കിയ കല്ലറയ്ക്കകത്ത. പ്രൈസലോ ലോകത്തിന്റെ ഒരു സൗഭാഗ്യങ്ങളും, പ്രൈസലോ ലോകപ്രകാരം നമ്മൾ എടുത്തു പറയുന്ന ഒരു സൗഭാഗ്യങ്ങളും കർത്താവ് ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല. എന്നിട്ടും പ്രൈസലോ പിതാവ് അവനെ മഹത്വത്തിലേക്ക് ഉയർത്തി. പ്രൈസലോ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതെനിക്കില്ല, ഇതെനിക്കില്ല, ആ നന്മയില്ല, ഈ നന്മയില്ല, അത് അവർക്കൊണ്ട് എനിക്കില്ലല്ലോ. നമ്മൾ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വചനത്തിന് പറയാനുള്ളത്, കിടക്കാനൊരിടമില്ലാത്തവൻ, പ്രൈസലോ വഴിവക്കിൽ പിറന്നവന്, കാലിത്തൊഴുത്തിക്കൊണ്ട് കടത്തിയവൻ, ഹല്ലേലൂയ, അവിടെ നിന്ന് പ്രൈസലോ ഹല്ലേലൂയ അവന്റെ മുമ്പോട്ടുള്ള വഴിത്താരകളിൽ, ഹല്ലേലൂയ ലോകപ്രകാരം എടുത്തു പ്രശംസിക്കുവാൻ ഒന്നും പറയുവാനില്ല. പ്രൈസലോ ഒരു നല്ല പേര് ലോകത്തിന് കൊടുക്കുവാനില്ല. ഇവൻ യോസഫിന്റെ മകനല്ലേ, ഇവൻ അപ്പനില്ലാതെ പിറന്നവനല്ലേ എന്നുള്ള നിന്ദയുടെ വാക്ക് മാത്രമേ ലോകം അവന് കൊടുത്തിട്ടുള്ളൂ. പ്രൈസലോ അവന്റെ മരണത്തിനപ്പുറത്ത് യോസഫിനായി ക്രമീകരിച്ചിരിക്കും കല്ലറയ്ക്കകത്ത് അവന്റെ ഭൗതിക ശരീരം അടക്കുകയാ. പ്രൈസലോ ഒന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ച അരുമനാഥനായി എന്റെ കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സർവശക്തനായ ദൈവം അവനെ മറന്നു കളഞ്ഞില്ല. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലേലും നിരാശപ്പെട്ടു പോകണ്ട. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ, ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടും. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ലഭിച്ച ദൈവം നമ്മളെ കൈവിടത്തില്ല. ഏത് താഴ്ചയുടെ നടുവിൽ നിന്ന് നമ്മളെ ഉയർത്തി കർത്താവിനോട് ചേർത്ത് ഇരുത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. ഇത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതൊന്നും മനസ്സിലാകും? ഇന്ന് പകൽക്കാലം ക്രൂശിനെ അനുഭവിച്ചുകൊണ്ട്, ക്രൂശിന്റെ കഷ്ടതകളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് ശക്തിയോടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവസന്നിധി നമ്മളെ താഴ്ത്തിയാൽ, ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ് ദൈവം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, മരണകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ മതിയായവനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കല് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാവും യേശു കർത്താവെന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവെന്ന് വിളിച്ചു പറയുമ്പോ മഹത്വം ലഭിക്കുന്ന ആർക്കാ? പിതാവിന്റെ മഹത്വത്തിനായി. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാ, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചു കളഞ്ഞില്ല. സകല നാമത്തിനും മേലായ നാമം കൊടുത്ത്, ഹല്ലേലൂയ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലും അടക്കി സകലും വിളിച്ചു പറയുക, യേശു തന്നെ കർത്താവ് എന്ന് വിളിച്ചു പറയുന്ന ഒരു തലത്തിലേക്ക് അവനെ ഉയർത്തുമ്പോൾ തന്നെ ആത്യന്തികമായി മഹത്വം ആർക്ക് ലഭിക്കുകയോ? സർവശക്തനായ ദൈവത്തിന് ആ മഹത്വം ലഭിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ, മഹത്വത്തിൽ ഇരുന്നവൻ, ആരാധനയുടെ നടുവിൽ ഇരുന്നവന് തന്നെ തന്നെ എംഡിഫൈ ചെയ്തപ്പോ ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെട്ട
വിളിക്കപ്പെട്ടപ്പോ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ക്രൂശ് തന്റെ പ്രാണനെ വെച്ചു കൊടുത്തപ്പോ അവസാന തുള്ളി രക്തം വരെ ആമേൻ ഒഴുക്കി തന്നപ്പോൾ ഹല്ലേലൂയ സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ മഹത്വം നഷ്ടപ്പെടുകയല്ല, മഹത്വത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയാ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ തലങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ആമേൻ ഒരു സർവീസ് മൈൻഡ്, ഒരു സെർവൻഹുഡ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക, ആമേൻ താഴേക്ക് ഇറങ്ങുന്ന ഒരു മനോഭാവം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം ലഭിക്കണം എന്നൊരു തീരുമാനം ഇന്ന് പകൽക്കാലം കൈക്കൊള്ളുവാൻ കഴിയുന്നുവെങ്കിൽ ആമേൻ ദൈവസഭയുടെ അകത്തളങ്ങളിൽ ഐക്യത വെളിപ്പെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് നമ്മളെ കൊണ്ടുപോകുന്നത് യൂണിറ്റിയിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദൈവവചനം പറയുന്നു, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. യുവമക്കളെ, യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ വിശ്വസിച്ചു യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞ് ദൈവമക്കളായി. ഇന്ന് പകൽക്കാലം നമ്മൾ എവിടെയായിരിക്കുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളോട് വചനം ചോദിക്കുക, ഈ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനം കിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രബോധനം ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ ക്രിസ്തുവിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആർദ്രതയും മനസ്സലിവും നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുവമക്കളെ, ഞാൻ പറയുന്നതിൻ്റെ ആത്മീയർത്ഥം മനസ്സിലാക്കണം. യേശു കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശി മരിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. ക്രൂശി മരിച്ചു, ഞാൻ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ മകനായി തീർന്നു, മകളായി തീർന്നു, ക്രിസ്തുവിൽ ഞാൻ ആയി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ക്രിസ്തുവിൽ നിന്ന് ചില പ്രചോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവുമായിട്ടൊരു കൂട്ടായ്മ അവനുള്ളപ്പോൾ ആത്മാവിൻ്റെ സഹായം അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബന്ധം ദൃഢമാണെങ്കിൽ, ഹല്ലേലൂയ, ഈ ബന്ധം ശക്തമാണെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും, ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പോൾ നമ്മളെ ക്രൂശ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ക്രൂശ് നമ്മളെ കൊണ്ടുപോകുന്നത് ഐക്യതയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തുവിൽ നമ്മൾ ആയെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നുവെങ്കിൽ, ഇന്നു പകൽക്കാലം ഈ ക്രൂശിനെ ധ്യാനിക്കുന്ന നിമിഷത്തിങ്കിൽ നമ്മൾ പരിഹരിക്കേണ്ടത് എന്താണ്? ബന്ധങ്ങൾ എവിടെയെങ്കിലും ഉലഞ്ഞിരിക്കുന്നുവെങ്കിൽ, എൻ്റെ കർത്താവേ, ആ ബന്ധങ്ങളെ ഒന്നുകൂടെ ദൃഢപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബന്ധങ്ങൾ എവിടെയാ ശിഥിലമാകുന്നത്? എവിടെ എൻ്റെ സെൽഫിഷ് ആമേൻ ആഗ്രഹങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നുവോ, ആമേൻ എവിടെ ഞാൻ എന്ന ചിന്ത കടന്നു വരുന്നുവോ, ഇവിടെ പറയുന്നുണ്ട്, ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, ഹല്ലേലൂയ, ആമേൻ എന്ത് ചെയ്യണം? ആമേൻ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് വചനം നമ്മളോട് പറയുകയാ, ക്രൂശിനെ ധ്യാനിച്ച്, കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് നമ്മൾ മടങ്ങി പോകുമ്പോൾ തന്നെ ക്രൂശ് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. ഒരിക്കൽ ഞാൻ പാപിയായിരുന്നു, ദോഷിയായിരുന്നു, ലോകപ്രകാരം ജീവിച്ചവനായിരുന്നു. എന്നെ ക്രിസ്തുവിനോട് ചേർത്ത് ആമേൻ എൻ്റെ കർത്താവ് ഒട്ടിച്ചുവെങ്കിൽ, ആമേൻ സഭയാകുന്ന ശരീരത്തോന്റെ അംഗങ്ങളാക്കി എന്നെ തീർത്തുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ ക്രൂശ് എന്നെ പ്രബോധിപ്പിക്കുന്ന സത്യം, ഹല്ലേലൂയ, ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഹോദരനെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട്, ഹല്ലേലൂയ,
ഇന്ന് പകൽക്കാലം താഴ്മ ധരിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെ ഐക്യത വെളിപ്പെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അവിടെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഐക്യത വെളിപ്പെടും. ആമേൻ. എവിടെ താഴ്മയുണ്ടോ അവിടെ ഐക്യതയുണ്ട്. എവിടെ ഐക്യതയുണ്ടോ അവിടെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസഭയോടുള്ള പ്രബോധനമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്വാർത്ഥതകൾ നമുക്ക് വെടിയാം. ഹല്ലേലൂയ. സ്വയ പ്രശംസകൾ നമുക്ക് വെടിയാം. ഹല്ലേലൂയ. ആമേൻ. നമ്മളെക്കാൾ ശ്രേഷ്ഠരായി നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരുവനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് അവന് മഹത്വം കൊടുക്കുവാ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ ആരെയും നമ്മൾ ഡീഗ്രേഡ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വയം നീതീകരിക്കപ്പെടുമ്പോൾ, ആമേൻ, എന്നിൽ സെൽഫിഷ് ആയിട്ടുള്ള ചിന്താഗതികൾ കടന്നു വരുമ്പോ, എന്നിൽ അഹങ്കാരം കടന്നു വരുമ്പോ, എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും കൊള്ളരുതാത്തവര് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ കടന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാനുള്ളത്, നമ്മളെക്കാൾ ശ്രേഷ്ഠരായി നമ്മുടെ സഹോദരങ്ങളെ കാണുന്ന ഒരു മനസ്സിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുന്നുവെങ്കിൽ ആരെയും കുറ്റം വിധിക്കാതെ, ഹല്ലേലൂയ, ദൈവം തന്ന സ്നേഹത്തിൽ പരസ്പരം ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് നിൽക്കുമ്പോ ദൈവസഭയുടെ അകത്തളങ്ങളിൽ ശക്തിയോടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കരങ്ങൾ കോർത്ത് പിടിച്ച്, ഹല്ലേലൂയ, ഒരേ മനസ്സോടുകൂടി ഐക്യമത്യപ്പെട്ട്, ആമേൻ, ഈ ദിവസങ്ങളിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല, എൻ്റെ ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഏത് കാര്യത്തിനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. എൻ്റെ സഹോദരന്, ആമേൻ, ജീവിതത്തിനകത്ത് ആശ്വാസം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് തന്നെ തന്നെ ക്രൂശി യാഗമായി സമർപ്പിച്ചതുപോലെ ഇനി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം എത്ര പേർ എടുക്കുവാൻ ഇടവരുന്നു, അവിടെ ദൈവപ്രവൃത്തി ശക്തിയോടെ വെളിപ്പെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവമക്കളെ. ആത്മാർത്ഥമായി ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായി വിളിച്ചു പറയുക. ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ആമേൻ, പ്രൈസ് ദി ലോർഡ്, പിതാവിന്റെ ഇഷ്ടം എനിക്ക് നിർവഹിക്കണം. ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കാൻ ഇനി അവസാനത്തുള്ളി രക്തം വരെ കൊടുക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? പ്രൈസ് ദി ലോർഡ്. താഴ്മ ധരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ താഴ്മ ധരിക്കുന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. പാപത്തിൽ കടന്ന മനുഷ്യനെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. ദൈവത്തോട് ബന്ധമില്ലാതെ കടന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്ത മനുഷ്യനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡും അത് തന്നെ ആകട്ടെ. ഈ ദിവസങ്ങളിൽ അനേകരെ, ഹല്ലേലൂയ, ആമേൻ, ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഒരു തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, നമ്മൾ ആരെങ്കിലും വിധിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് ആദ്യം നോക്കണം. ഹല്ലേലൂയ. ആമേൻ, നമ്മുടെ കണ്ണിൽ വലിയ കോലിരിക്കുമ്പോ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നമ്മൾ പെറുക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിന് പറയാനുള്ളത്, നമ്മളെക്കാൾ അവനെ ശ്രേഷ്ഠനെന്ന് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അവന്റെ ബലഹീനതകളുടെ നടുവിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിന് ആശ്വാസം പകരുവാൻ, പരിഹരിക്കേണ്ടത് അവന് വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ, പാപിയെ കർത്താവ് ചേർത്ത് നിർത്തി. പാപത്തെ അവൻ വെറുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ ചേർത്ത് നിർത്തി അവന്റെ പാപങ്ങളെ ക്ഷമിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി
പാപം ചെയ്യരുതെന്ന് അവനോട് പറഞ്ഞു. പ്രൈസലോ എല്ലാവരും ആമെ കല്ലെറിയാൻ വന്നപ്പോഴും ആമെ പ്രൈസലോ കർത്താവ് ആമെ പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവര് അവളെ കല്ലെറിയട്ടെ. പ്രൈസലോ ആമെ സമൂഹമെല്ലാം ഒരുമിച്ച് നിന്നെടുത്തു. കർത്താവ് ആ പാപിനിയായി സ്ത്രീക്ക് വേണ്ടി നിന്നു. അവളോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായി ആമേൻ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പാപത്തോട് കോംപ്രമൈസ് ചെയ്യുകയല്ല, മറിച്ച് പാപിയായ ഒരു മനുഷ്യൻ അവൻ പാപത്തിലേക്ക് വീണുപോയി. അവന് സ്വതവേ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. അവൻ യേശു കർത്താവിനെ കുറിച്ച് തിരിച്ചറിയുവാൻ ഇടവരണം. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അവന് മനസ്സിലാക്കുവാൻ ഇടവരണം. അതിനുവേണ്ടി അവന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് ആമേ സഹോദര, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേ പ്രൈസ് 2000 വർഷങ്ങൾക്ക് മുൻപ് ആമേ കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന ആമേൻ ഒരു കർത്താവ്, മരണത്തെ ജയിച്ച് ഇന്ന് ജീവിക്കുന്ന കർത്താവാണ്. അവൻ എന്നെ രക്ഷിച്ച കർത്താവ്, അവൻ എന്നെ വിടുവിച്ച കർത്താവ്. അവൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടായി, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായി, ഞങ്ങളുടെ തലമുറകൾ നേർവഴിക്ക് കടന്നു വരുവാൻ ഇടവന്നു. അങ്ങനെ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. പ്രൈസലോ ആ കർത്താവിൽ വിശ്വസിക്കുക. ആ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ആമെ വിളിച്ചു പറയുവാൻ നമുക്ക് ഇടവരണം. പ്രൈസലോ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആമെ പ്രൈസലോ ക്രൂശ് ആമെ വിരൽ ചൂണ്ടി കാണിക്കുകയാ. പ്രൈസലോ കർത്താവ് ക്രൂശിൽ ആമെ വേദനകൾ സഹിച്ച് അവന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റുകൊണ്ട് ആ മുറിവിനോട് ചേർത്ത് എന്നെ ഒട്ടിച്ചു. പ്രൈസലോ എനിക്കൊരു സ്വഭാവ ഗുണമില്ലായിരുന്നു. കർത്താവിൽ ഞാൻ വന്നപ്പോ, കർത്താവിൻ്റെ ജീവൻ എന്നിലേക്ക് വ്യാപരിച്ചപ്പോ എൻ്റെ ജീവിതത്തിനകത്ത് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനായി ഞാൻ തീർന്നു. പ്രൈസലോ ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ആത്മാവിന് നമ്മുടെ ഹൃദയത്തോട് ഒരുമിച്ച് പറയാനുള്ളത്, ചേർന്നിരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി, ചേർന്നിരിക്കുമ്പോഴാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്, ചേർന്നിരിക്കുമ്പോഴാണ് ഐക്യത വെളിപ്പെടുന്നത്, ചേർന്നിരിക്കുമ്പോഴാണ് സന്തോഷം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തു മരിച്ചോ എന്ന് നോക്കുവാൻ പടയാളികൾ ചെയ്തത് എന്താണ്? കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. അവർ തിരിച്ചറിഞ്ഞു അവൻ മരിച്ചു. സ്തോത്രം. ഒരു കർത്തദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളെ ഒന്ന് കുത്തി നോക്കണം, അപ്പം നമ്മൾ മരിച്ചവരാണോ എന്നറിയാം. ഒരു വാക്കുകൊണ്ട് നമ്മളെ മറ്റൊരാൾ കുത്തുമ്പോൾ തിരിച്ച് നമ്മൾ പ്രതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജഡത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ മരിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിന് മുമ്പാകെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാ, ഏൽപ്പിച്ചു കൊടുക്കാം. മാനുഷിക നിലയിൽ പ്രതികരിക്കുന്നവരായി നമ്മൾ തീരാറുണ്ടോ? ദേഷ്യപ്പെടുന്നവരായി തീരാറുണ്ടോ? പിണക്കം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാറുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ, മരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജഡത്തെ മരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ജഡത്തെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ആ ജഡത്തെ മരിപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് തീരുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാൽവറി ചൊരിയപ്പെട്ട രക്തത്തുള്ളികളാൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ. ആമേൻ. ലോകത്തിന്റെ മാലിന്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ശുദ്ധീകരിച്ച് ദൈവസന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി ഞങ്ങളെ നിർത്തണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ആത്മാർത്ഥമായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന അർപ്പിച്ച
പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ഒരു തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സഹോദരനെ ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തെങ്കിലും വൈരാഗ്യം എൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ എൻ്റെ കർത്താവേ ഞാൻ ക്ഷമ ചോദിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. റീബാന ശംദന രാജകസിയാദന. ഹല്ലേലൂയ. എൻ്റെ ഏതെങ്കിലും സ്വാർത്ഥതകൾ കൊണ്ട് ദൈവപ്രവൃത്തി തടസ്സപ്പെടരുത് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ദൈവിക വിടുതലുകൾ സംഭവിക്കേണ്ട ഇടത്ത് ദൈവിക വിടുതൽ സംഭവിക്കണം. എൻ്റെ എന്തെങ്കിലും സ്വാർത്ഥതകൾ കൊണ്ട് ഹല്ലേലൂയ ദൈവപ്രവൃത്തി തടയപ്പെടരുത്. ഹല്ലേലൂയ. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. ആ തങ്കച്ചൊരിയാൽ കഴുകി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് ഒരു നിമിഷം എത്ര പേര് അമ്മ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. ശാന്തമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിലേക്ക് വെളിപ്പെടട്ടെ. മറ്റുള്ളവരെക്കാൾ, തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് കർത്താവ് കണ്ടു. അവൻ ദാസനായി തീർന്നു. സർവീസ് മൈൻഡ്. ക്രൂശിൽ അവൻ യാഗമായി തീർന്നു. ആർക്കു വേണ്ടി? മാനവജാതിക്ക് വേണ്ടി. അതിലൂടെ മഹത്വം ആർക്ക് ലഭിച്ചു? ദൈവത്തിന് ലഭിച്ചു. മഹത്വം ദൈവത്തിന് ലഭിക്കട്ടെ. മഹത്വം ദൈവത്തിന് ലഭിക്കട്ടെ. മഹത്വം ദൈവത്തിന് ലഭിക്കട്ടെ.